ഇനിയുണ്ടാകുമോ കുട്ടിക്കൃഷ്ണമാരാർ എന്നുള്ളതാണ് വിഷയം. ഇനി എന്തിനാണ് ഒരു മാരാറുണ്ടായിരുന്നു, ഇനി ഉണ്ടാകത്തുമില്ല, ഇനി ഉണ്ടാകേണ്ട കാര്യവുമില്ല, മറ്റാരെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. പക്ഷേ എൻ്റെ ഒരു സംശയം, ഈ രണ്ട് മഹാരഥന്മാർക്കിടയിൽ കുട്ടിക്കൃഷ്ണമാരാരെ കുറിച്ചിട്ട് ഉള്ളൊരു സെഷൻ മോഡറേറ്റ് ചെയ്യാൻ എന്നെ പിടിച്ചിട്ടത് എന്തിനാണ് എന്ന് പറയുന്നൊരു വലിയ സംശയം എനിക്കുണ്ടായി. മാരാർ മരിക്കുമ്പോൾ ഞാൻ ജനിച്ചിട്ട് പോലുമില്ല. ഇവർ രണ്ടുപേരും ക്ഷുഭിത യൗവനത്തിൻ്റെ കാലത്തിലായിരിക്കും. ഇപ്പോഴും യൗവനത്തിന് കുഴപ്പമൊന്നുമില്ല, ചിന്തയുടെ യൗവനവുമായിട്ട് അവർ നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. മാരാരോടുള്ള എൻ്റെ ഒരു കടപ്പാട്, എന്നെ ഡിഗ്രി പാസ്സാക്കിയതും MA പരീക്ഷ ജയിപ്പിച്ചതും മാരാരാണ്. സംസ്കൃതം എന്ന് പറയുന്ന പേപ്പറിൽ ഡിഗ്രിക്ക് കുമാരസംഭവവും PGക്ക് രഘുവംശവും ഇതിൻ്റെ അന്വയം എന്ന് പറയുന്ന വലിയ പാടാണ്. ക്ലാസ്സിൽ കയറാത്തതുകൊണ്ട് ഇതെന്താണ് ഇതിൻ്റെ ടെക്നോളജി എന്നുള്ളത് അറിയത്തില്ലായിരുന്നു. അങ്ങനെ മാരാരുടെ ഈ മലയാളത്തിലുള്ള അന്വയം ഈച്ചക്കോപ്പി അടിച്ചാണ് നമ്മൾ ജയിക്കുന്നത്. കോപ്പി അടിച്ചല്ല, കാണാതെ പഠിച്ചു തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുണ്ട് മാരാരുമായി. ഇപ്പോൾ ഈ ചർച്ച നടക്കുന്നതിൻ്റെ ഒരു പ്രസക്തി, മാരാരുടെ കുരുക്ഷേത്രം എന്ന് പറഞ്ഞ് കാരശ്ശേരി മാഷിൻ്റെ ഒരു പുസ്തകം, 85 മറ്റോ, അത് MPhil തീസിസ് ആയിരുന്നു, അത് പുസ്തക രൂപത്തിൽ എത്തിച്ചിരുന്നു. എൻ്റെ കയ്യിലുള്ളത് പഴയ കോപ്പിയാണ്. അതിൻ്റെ പുതിയ പതിപ്പ് മാതൃഭൂമി പുറത്തിറക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ മാരാരിലേക്ക് നീങ്ങുന്നത്. കാരശ്ശേരി മാഷിലേക്ക് തന്നെ നമുക്ക് പോകാം. ഈ കാലത്ത് എന്തുകൊണ്ട് ഈ പുസ്തകം മാരാരുടെ കുരുക്ഷേത്രം വീണ്ടും പ്രസിദ്ധീകരിക്കുന്നു? മാരാരുടെ സമകാല പ്രസക്തി എന്താണ്? മാരാര് ഇതിഹാസ കഥാപാത്രങ്ങൾ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ലേഖനത്തിൽ പറഞ്ഞൊരു കാര്യം, ഇതിഹാസങ്ങളുടെ കഥകളൊക്കെ ഇന്നലെ നടന്നതാണ്, ഇന്ന് നടക്കുന്നതാണ്, നാളെയും നടക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് മലയാളത്തിൽ രാമായണ പഠനം, മഹാഭാരത പഠനം ധാരാളമുണ്ട്, അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പോൾ അത് എപ്പോഴും പുതിയ കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും പശ്ചാത്തലത്തിൽ നമ്മൾ വീണ്ടും അത് വായിക്കണം. നിരൂപണത്തിൻ്റെ ഒരു കർത്തവ്യം തന്നെ പഴയ കൃതികളെ പുതിയ കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുകയാണ് എന്ന് TS എലിയട്ടിൻ്റെ ഒരു സിദ്ധാന്തം തന്നെയുണ്ട്. അത് പുനർവായന നടത്തുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. എപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ എഴുത്തച്ഛൻ വരുമ്പോൾ അധ്യാത്മരാമായണം പുതിയ രീതിയിൽ പുനഃസൃഷ്ടിക്കുകയാണ്. മാരാരോ അല്ലെങ്കിൽ ദേശമംഗലത്ത് വാരോ വരുമ്പോൾ വാൽമീകിയുടെ രാമൻ എന്നുള്ള ലേഖനം മാരാരുടെ, അതൊക്കെ വരുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതിഹാസങ്ങൾ നമുക്ക് പല തരത്തിൽ വായിക്കേണ്ടതുണ്ട്, അതിനെ വിമർശിക്കേണ്ടതുണ്ട്, അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്, അതിനെ അവഗണിക്കാൻ പറ്റില്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടീഷ്ണമാരാണെന്നല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് ഇതിഹാസങ്ങൾ, ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയം ഭരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നൊരു പുസ്തകമാണ് വാൽമീകി രാമായണം. അപ്പോൾ ഗാന്ധി രാമരാജ് എന്ന് പറയുന്നു, ഇവർ ഇപ്പോൾ ഇന്നത്തെ സംഘപരിവാർ രാമരാജ് എന്ന് പറയുന്നു, ഗാന്ധി പറഞ്ഞതിനെ ഞങ്ങൾ പറയുന്നു. അപ്പോൾ നെഹ്റു അന്നേ അത് പറയുന്നുണ്ട് ഗാന്ധിയോട്, താങ്കൾ ഉദ്ദേശിക്കുന്ന മാതിരിയുള്ള ധാർമ്മിക രാജ്യമൊന്നും, ധർമ്മരാജ്യമൊന്നും രാമൻ കൊണ്ടു നടന്നിരുന്നില്ല എന്ന് ഗാന്ധിയോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരാളുടെ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ്. അന്നേണ്ട് ഈ തർക്കങ്ങളൊക്കെ. അപ്പോൾ ഗാന്ധി പറയുന്നത്, ഞാൻ ഹിന്ദുരാഷ്ട്രം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിപ്പോൾ ക്രിസ്തു ദൈവരാജ്യം എന്ന് പറയുന്ന മാതിരി ഒരു വാക്കാണത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പദാവലിയൊക്കെ ഒരു വൈഷ്ണവൻ്റെ പദാവലികളാണ്. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും ഈ രാമായണം, മഹാഭാരതം, അല്ലെങ്കിൽ ഇഡിയഡ്, ഒഡീസി, അത്തരം ഒന്നും വേണ്ട, പഞ്ചതന്ത്രം, നമുക്കത് അവഗണിക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, അപ്പോൾ കാളിദാസ കൃതികൾ അങ്ങനെ ഉണ്ടല്ലോ, വാൽമീകി, വ്യാസൻ, അങ്ങനെ എല്ലാ നാട്ടിലും ഉണ്ടാവും. അപ്പോൾ അത് ആ തരത്തിലാണ് ഞാൻ അതിനെ കാണുന്നത്. കുട്ടിക്കൃഷ്ണമാരാർ പണ്ട് MN വിജയൻ മാഷ് ഇരിക്കുന്ന ഒരു വേദിയിൽ വളരെ ക്രുദ്ധനായിട്ട് വിജയൻ മാഷിനോട് പറയുന്നുണ്ട്, കൃഷ്ണൻ പറയും വിജയൻ കേൾക്കും എന്ന് വളരെ ആധികാരികമായിട്ട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇവർ പറയും ഞാൻ കേൾക്കും എന്നുള്ളതാണ് ഇവിടുത്തെ എൻ്റെ റോള്. ഈ മഹാഭാരതത്തിൻ്റെ ചർച്ച വന്നതുകൊണ്ട് തന്നെ മഹാഭാരതം ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന ഗ്രന്ഥം എഴുതിയ അയാൾ നാരായണ. അതെ. അപ്പോൾ ഞാനത് പറയട്ടെ. അപ്പോൾ അത് അങ്ങനെ നാരായണൻ്റെ മഹാഭാരതം ഒരു സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയറിൻ്റെ രചനയിൽ നമുക്ക് പലതരത്തിലുള്ള ഭാരത വ്യാഖ്യാനങ്ങൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകും. തീർച്ചയായിട്ടും മാരാർ അതിനകത്തൊരു സ്വാധീനമായിരിക്കും. മാരാരെ നമുക്ക് പിൻപറ്റാതെയോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കാതെയോ അതിൻ്റെ കൂടെ നടക്കാതെയോ ഒന്നും ഇനിയൊരു മഹാഭാരത വ്യാഖ്യാനം സാധ്യമല്ല. പക്ഷെ ഞാൻ 2 മഹാഭാരത വ്യാഖ്യാനങ്ങൾ, R ഹരയുടെ
വളരെ കൃത്യമായിട്ടുള്ള സംഘപരിവാർ പൊളിറ്റിക്സിൽ നിൽക്കുന്ന ആർ ഹരിയുടെ മഹാഭാരത വ്യാഖ്യാനം, അതേപോലെ അതേ ധാരയിൽ നിൽക്കുന്ന തുറവൂർ വിശ്വംഭരൻ മാഷിൻ്റെ പുസ്തകം, ഈ പുസ്തകങ്ങളും മാരാരുടെ ഭാരത പര്യടനവും എത്തരത്തിലാണ് മഹാഭാരതം ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ രചനയെ സഹായിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അതിനകത്തുനിന്ന് വേറിട്ട് പോവുകയോ ഒക്കെ ചെയ്ത ആ രചനാ വഴികളെ പറ്റി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഇതിന് കുറച്ച് പേഴ്സണലായൊരു കാര്യം, ഞാൻ ഈ കാരശ്ശേരിയെ പരിചയപ്പെടുന്നത് MES ഹോസ്റ്റലിലെ സഹമുറിയൻ എന്നുള്ള നേരം. അപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്ന ഒരേ ഒരു വിഷയം കുട്ടികൃഷ്ണമാരാരാണ്. കാരശ്ശേരിയാണെങ്കിൽ കുട്ടികൃഷ്ണമാരാർ കുടിച്ച് ഉന്മത്തനായ ഒരാളാണ്. കള്ളൊന്നും കുടിക്കില്ല, മാരാർ കുടിക്കും. അപ്പോൾ അദ്ദേഹം എഴുതുന്നതൊക്കെ മാരാരുടെ ശൈലിയിലാണ്. ഫുട്ബോളിൻ്റെ വിശകലനം നടത്തുന്നത് കുട്ടികൃഷ്ണമാരാരുടെ ശൈലിയിലാണ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എൻ്റെ സ്ഥിതി? ഞാൻ പറഞ്ഞു, കാരശ്ശേരി ഈ ജാതി പരിപാടി നന്നല്ല, മാരാരുടെ വഴിക്ക് താൻ തൻ്റെ വഴി നോക്ക്. അപ്പോൾ അങ്ങനെയാണ് ഈ മാരാരുടെ കുരുക്ഷേത്രത്തിൻ്റെ ആദ്യ ഭാഗമായിട്ടുള്ള ഇതൊരു MPhil തിസിസായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കാരശ്ശേരി ഒരു കാര്യം ചെയ്യും, താൻ ഈ തിസീസ് പൂർണ്ണമാക്കുന്ന സമയം 1 കൊല്ലം മതി. ഈ മാരാരൊക്കെ മാറ്റി നിർത്തിയിട്ട് ഈ മഹാഭാരതം 6000 പേജുണ്ട്, അതൊന്ന് വായിച്ച് നോക്ക്. ഞാൻ വായിക്കാലോ. അത് വായിച്ചിട്ടില്ല. അപ്പം MPhil തിസീസുകൾ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് മനസ്സിലായില്ലേ? ബുക്ക് വായിക്കില്ല. പക്ഷേ താനൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാനത് ഇരുന്ന് വായിച്ചു. അത് 7058 പേജ് വിദ്വാൻ പ്രകാശത്തിൻ്റെ സമ്പൂർണ്ണ ഗദ്യ പരിഭാഷ ഞാൻ വായിച്ചു. ഇപ്പോൾ താൻ ആ ചീത്ത പറയുന്നത് തന്നെ ഞാൻ പിൻവലിച്ചു, കഴിഞ്ഞു. അന്ന് വായിച്ചില്ല, അത് സത്യം. ഞാനത് പറയുകയും ചെയ്തു, ഇത് വായിച്ചിട്ടാണെങ്കിൽ താൻ ഈ ബുക്ക് എഴുതില്ല, കാരണം ഇതൊന്നല്ല മഹാഭാരതം എന്ന് അപ്പം മനസ്സിലാവും. അത് മനസ്സിലായില്ലേ? എനിക്ക് മറുപടി ഉണ്ട്. അതെ, ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗോളടിച്ചുള്ള കളി നിർത്തിയിട്ട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. അല്ല ഒരു മിനിറ്റ്. KC-യുടെ അന്നും ഇന്നുള്ള വാദം ഈ കുട്ടികൃഷ്ണമാരാർ പറഞ്ഞ മാതിരി അല്ല മഹാഭാരതം എന്നാ. താൻ അത് പറയാൻ ഞാൻ മറുപടി പറയാം. അതെ, ഈ കുട്ടികൃഷ്ണമാരാർ ഞാനത് വായിച്ചിട്ടല്ല കേട്ടോ, ഞാനും വായിച്ചിട്ടില്ല. അന്ന് വായിക്കണം എന്നൊരു സിദ്ധാന്തം ഇയാൾക്കുള്ളൂ, ഇയാൾ പിന്നെ വായിച്ചു. അയാളുടെ പുസ്തകം വന്നിട്ടാണ് ഞാൻ വായിച്ചത്. അതെ, അപ്പം എനിക്ക് എന്തോ ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടായിരുന്നു, ഈ മാരാർ പറയണ വിധത്തിലായിരിക്കില്ല മഹാഭാരതം. എന്നോട് വീക്കേനാണ് പെട്ടെന്ന് ഒരു ദിവസം ചെന്നപ്പോൾ ചോദിച്ചു, നാരായണൻ മഹാഭാരതം വായിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല, വായിക്കണം. എന്നിട്ട് അതിൽ നിന്നൊരു ശ്ലോകം ചൊല്ലി, 5 കുന്നിനടുക്കുള്ള പുഴ പോലെ കുഴങ്ങിനാൾ എന്ന്. എന്തൊരു മനോഹരമായ ശ്ലോകം! നാരായണൻ മഹാഭാരതം വായിക്കണം എന്ന് വീക്കേനാണ് എന്നോട് ഉപദേശിച്ചത്. ഞാൻ അങ്ങനെ മഹാഭാരതം വായിച്ചു, 10 കൊല്ലം എടുത്തു. അപ്പോഴൊക്കെയാണ് എനിക്ക് അതിനെപ്പറ്റി ചില കുറിപ്പുകളൊക്കെ എടുത്തു, അങ്ങനെ എഴുതണം. പിന്നെ ഞാൻ തീർച്ചയാക്കിയത് മഹാഭാരതത്തിനെ പറ്റി വന്ന ഒരു പുസ്തകവും വായിക്കില്ല. സുനിൽ പിളയടത്തിൻ്റെ മഹാഭാരത പ്രഭാഷണ പരമ്പര ഉണ്ടായിരുന്നു, എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, സുനിലെ, ഞാനിപ്പോൾ ഇങ്ങനൊരു ബുക്ക് എഴുതുകയാണ്, അപ്പോൾ അഥവാ സുനിലിൻ്റെ എന്തെങ്കിലും ആശയം എന്നിലേക്ക് വന്ന് എൻ്റേതാണെന്ന് ഞാൻ സ്വയം തെറ്റിദ്ധരിച്ച് അത് എൻ്റേതായുള്ള മട്ടിൽ വരിക എന്നൊരു അപകടം ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ അത് കേൾക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അന്യ ഗ്രന്ഥങ്ങളെല്ലാം മനഃപൂർവ്വം മറന്നുകൊണ്ട് അയിത്തം പാലിച്ച് മറിച്ചിട്ടു. അതെ, അങ്ങനെ ആണ് ഞാൻ ഒരു തുടക്കം എൻ്റെ മനസ്സിൽ തോന്നിയത് തുടങ്ങുക. അങ്ങനെ ഒരു രീതിയിൽ ആദ്യം സ്ലേറ്റ് ഒന്ന് തുടച്ച് അവിടുന്ന് തുടങ്ങുക എന്നുള്ള മട്ടിലാണ് ഞാൻ ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എഴുതാൻ കാരണം. അത് എഴുതാനുള്ള ഒരു കാരണം, ഈ മഹാഭാരതത്തിനെ പറ്റിയിട്ടൊരു പുസ്തകം വായിച്ചു. അത് അമേരിക്കയിൽ എൻ്റെ മകളുടെ അടുത്ത് പോയപ്പോഴാണ്. മകളുടെ ഭർത്താവ് നല്ല വായനക്കാരനാണ്. അപ്പോൾ അന്ന് അവിടെ ഇറങ്ങിയ ഒരു ബുക്കാണ് ഈ വെൻഡി ഡോണിഗർ എന്ന് പറഞ്ഞ ഇൻഡോളജിസ്റ്റ് ഉണ്ട്, ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അവർ ഹിന്ദുസ് എൻ ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി, ഹിന്ദുക്കൾ ഒരു ബദൽ ചരിത്രം, അങ്ങനെ പുസ്തകമുണ്ട്. അതിലൊരു ചാപ്റ്റർ മഹാഭാരതത്തിനെ പറ്റിയാണ്. അതിൽ ഒരു വാക്യമുണ്ട്, ഈ അശോകൻ ഈ യുദ്ധമൊക്കെ കഴിഞ്ഞ് വളരെ പശ്ചാത്താപ വിവശനായിട്ടുള്ള ഈ ധർമ്മപുത്രൻ എന്നുണ്ടല്ലോ, ഈ ക്യാരക്ടർ ഈ കലിംഗ യുദ്ധം കഴിഞ്ഞിട്ട് വിഷണ്ണനായിട്ടുള്ള ഈ
അശോക മഹാരാജാവുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിരൂപമാവാം, അല്ലെങ്കിൽ മുദ്രകളെങ്കിലും വീണ് കിടക്കുന്ന ഒരു കഥാപാത്രമാവാം എന്നൊരു സാധ്യത മുന്നോട്ട് വെച്ചു. എനിക്ക് അത് ഈ ഒരൊറ്റ ഇടിമിന്നൽ കൊണ്ട് ഒരു ആകാശം മുഴുവൻ തിളക്കുന്ന മട്ടിലുള്ളൊരു വാക്യവൈദ്യുതിയായിട്ടാണ് എനിക്കത് അനുഭവപ്പെട്ടത്. അത് എന്നെ പെട്ടെന്ന് ഇളക്കി. പിന്നെ ഞാൻ ഇതൊക്കെ മടക്കി വെച്ചിട്ട് ആ രീതിയിൽ മഹാഭാരതം ഒന്ന് വായിച്ചു നോക്കി. ഇതിന് അടുത്തൊരു 5 കൊല്ലം അങ്ങനെ കണ്ടെത്തിയ ഒരു സംഗതിയാണ്. അതിൽ വല്ലതും ഉണ്ടെങ്കിൽ അത് അപ്പം മാരാർ പറഞ്ഞൊന്നും ശരിയല്ല. മാരാർ പറഞ്ഞൊന്നുമല്ല, അങ്ങനെയൊന്നും അല്ല. അതിൻ്റെ കഥകളോ അതിലെ നിഗമനങ്ങളോ ഒന്നും അതല്ല എന്നാണ് എനിക്ക് തോന്നിയത്, എൻ്റെ തോന്നൽ. പക്ഷെ മാരാർക്ക് വളരെ കൃത്യമായിട്ട് അതിനുള്ള ഒരു യുക്തി ഉണ്ടല്ലോ. ഇപ്പോൾ മാരാർ, ഇപ്പോൾ മാഷു നമ്മൾ പഠിപ്പിക്കുമ്പോൾ, സിലബസിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുമ്പോൾ, ആനന്ദവർദ്ധനെ പോലെയോ അഭിനവഗുപ്തനെ പോലെയോ ഒരു സ്റ്റാർ അല്ല മഹിമഭട്ടൻ. പക്ഷേ മഹിമഭട്ടനെയാണ് മാരാർ കയറി പിടിക്കുന്നത്. അനുമാനം എന്ന് പറയുന്ന ആ തത്വത്തിൽ കയറി പിടിക്കുന്നത് ഈ വായനയുടെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, വായനക്കാരൻ്റെ ഒരു പരമാധികാരം സ്ഥാപിക്കുക, വായനക്കാരൻ്റെ ഒരു റിപ്പബ്ലിക് സ്ഥാപിക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം മാരാരിലുണ്ട്. അത് എത്രത്തോളം ഈ ഭാരത പര്യടനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് മാരാർ? അതായത് കേസിയോട് ഞാൻ വേറെ ചോദ്യം ചോദിക്കാം. ഗാന്ധി ഗീത വ്യാഖ്യാനിക്കുന്നുണ്ട്. എങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? അതിപ്പോൾ എല്ലാവർക്കും, ഇപ്പോൾ ഗാന്ധിക്കും ഗോഡ്സേക്കും കയ്യിലുള്ള പുസ്തക ഗീത. അതിലെ ഹിംസ മാത്രമാണ് ഗോഡ്സേക്ക് മനസ്സിലായത്. ഇപ്പോൾ ഉത്തിഷ്ഠ ഭാരത, എഴുന്നേൽക്ക്, അമ്പായിക്ക് കൊല്ല് എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഗാന്ധി ചോദിക്കുന്നത്, ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാന ആശയം അനാസക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് അനാസക്തി യോഗത. അനാസക്തിയാണെങ്കിൽ, നിർമ്മമത്വമാണെങ്കിൽ, നിർലേപത്വമാണെങ്കിൽ എങ്ങനെയും ഹിംസ വരും. അപ്പോൾ ഗാന്ധി പറയാണ്, കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്നത് ഭൂമിയിൽ നടന്ന യുദ്ധമല്ല, അത് ചരിത്രമല്ല. അതെന്താണ്? നിങ്ങളുടെ മനസ്സാണ് കുരുക്ഷേത്രം. ആരാണ് അർജുനൻ? നിങ്ങളുടെ മനസ്സാണ്. ആരാണ് കൃഷ്ണൻ? നിങ്ങളുടെ തൻ്റെ ഇടമാണ്, പ്രജ്ഞയാണ്. ഏതാണ് ഈ കുതിര? ഇതൊക്കെ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളാണ്. പിന്നെ ധർമാധർമ്മങ്ങളെ പറ്റിയുള്ള യുദ്ധമാണത്. നിങ്ങളുടെ ധർമ്മത്തെപ്പറ്റി ഇന്നതാണ് ധർമ്മം, ഇന്നതാണ് അധർമ്മം. അപ്പോൾ യുദ്ധം നടക്കുന്നത് നിങ്ങളുടെ മനസ്സിലാണ്. കുരുപാണ്ഡവ യുദ്ധം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലെ ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. അതിൽ ധർമ്മം ജയിക്കണം. അപ്പോൾ അതിനിടയ്ക്ക് ഇത് മുഴുവൻ ആലങ്കാരിക ഒരു അലിഗറി മാത്രമാണ്, അല്ലാതെ അതിനകത്തൊരു ഹിംസയില്ല, അത് അനാസക്തിയാണ് എന്ന് ഗാന്ധി വ്യാഖ്യാനിക്കും. അത് തെറ്റാന്ന് കേസിയുടെ സിദ്ധാന്തം വെച്ച് പറയാം. ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പോൾ റൊളാങ് ബാർത്ത്, അദ്ദേഹം 1980 എൻ്റെ ഓർമ്മ, മരിച്ചുപോയൊരു ഫ്രഞ്ച് ചിന്തകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു തിയറി, ആരുടേതാണ് ഈ പുസ്തകം? അദ്ദേഹം പറഞ്ഞത്, എഴുതിക്കഴിഞ്ഞാൽ എഴുത്തുകാരൻ്റേത് അല്ലാതായി കഴിഞ്ഞു. 1967 എൻ്റെ ഓർമ്മ, അദ്ദേഹത്തിൻ്റെ ഡെത്ത് ഓഫ് ദി ഓതർ. ഗ്രന്ഥകാരനില്ല, ആരാ ഉള്ളത്? വായനക്കാരനേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പറയുന്നത് 2 തരത്തിൽ വായിക്കാം. 2 തരം ടെക്സ്റ്റ് ഉണ്ട്. എന്താണ്? ഒന്ന്, അതിനൊന്ന് വ്യാഖ്യാനിച്ചല്ലേ ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ള ഒരു മാഷിനോട് ചാനൽ ചർച്ചയിലെ മാതിരി ആക്കല്ലേ. അല്ല, മാഷിനോട് തന്നെ ഇത് പറഞ്ഞു തീർക്കട്ടെ, എൻ്റെ ഫ്ലോ പോവും നിങ്ങളിങ്ങനെ ഇടപെട്ട. ചർച്ചയിൽ ഒരു രക്ഷയില്ല. എന്താണെന്ന് വെച്ചാൽ മറ്റൊരു കയറി വരും. ബാർത്തിന്റെ കാര്യം തന്നെ. ജസ്റ്റ് 1 മിനിറ്റ്. റൊളാങ് ബാർത്ത് പറഞ്ഞത്, റീഡർലി ടെക്സ്റ്റ്, റൈറ്റർലി ടെക്സ്റ്റ് എന്ന് 2 ഉണ്ട് ടെക്സ്റ്റ്. റീഡർലി ടെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പാസീവായിട്ട് വായിക്കുന്നു, അതിലുള്ള എന്താ വെച്ചാൽ നിങ്ങൾ വായിക്കുന്നു. റൈറ്റർലി ടെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആക്റ്റീവായിട്ട് വായിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു വ്യാഖ്യാനം കൊണ്ടുവരുന്നു. അപ്പോൾ ബാർത്ത് പറഞ്ഞത്, കൃതിയുടെ അർത്ഥം എന്ന് പറയുന്നത് എഴുത്തുകാരൻ എഴുതുമുണ്ടാകുന്നതല്ല, വായനക്കാരൻ വായിക്കുമുണ്ടാകുന്നതാണ്. ആ അർത്ഥം തന്നെ ഉണ്ടാക്കണം. ഇങ്ങനെ ഒരു ആശയം പണ്ട് സംസ്കൃതത്തിലൊരു ചോദ്യമുണ്ട്, എത്ര രഘുവംശം ഉണ്ട്? അതിന് പറഞ്ഞ മറുപടി, എത്ര പേർ എത്രയായിരം തവണ എത്ര രഘുവംശം വായിക്കുന്നു അത്രയായിരം രഘുവംശം ഉണ്ടെന്നാണ്. ഈ ധ്വന്യാലോകത്തിൽ തന്നെ ഈ ഒരു ആശയം ഞാൻ കണ്ടിട്ടുണ്ട്. സരസ്വതിയുടെ തത്വം കവിയും സഹൃദയനും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്നതാണെന്നാണ്. അപ്പോൾ KC അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ധർമ്മോത്തരർ ധർമ്മത്തിൻ്റെയും നീതിയുടെയും വിശേഷിച്ച് സ്നേഹത്തിൻ്റെയും ഒരു പ്രതിരൂപമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാരതപര്യടനം അവസാനിപ്പിക്കുന്നത്. മാരാരായാലും അന്വേഷിച്ച് മുഴുവൻ സ്നേഹമാണ്, നീതിയാണ്, ധർമ്മമാണ്, അതിന് പല കാര്യങ്ങൾ പറയും. അപ്പോൾ KCയുടെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വാദം, ഇങ്ങനെ എന്തു പറഞ്ഞു അതിൻ്റെ എതിര് അതിനകത്തുണ്ടാവും. അതിന് അദ്ദേഹം കണ്ടുപിടിച്ച വാക്കാണ് എതിർപാഠ ചേരുവ. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്, വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുമാണ്. പിന്നെ KC ഇതിൽ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മാതിരി ചരിത്രമാണ്. ഇപ്പോൾ
പിൻഡി ഡോണിഗറുടെ പുസ്തകത്തിൽ അശോക ചക്രവർത്തിയുടെ ഛായയിലാണ് ധർമ്മപുത്രർ എന്ന് പറയുമ്പോൾ അതിനെ ഹിസ്റ്റോറിസൈസ് ചെയ്യാണ്, ചരിത്രവൽക്കരിക്കുകയാണ് കേസ് ചെയ്തത്. മലയാളത്തിലെ മഹാഭാരത പഠനങ്ങളിൽ ചരിത്രം കൊണ്ടുവന്ന എൻ്റെ അറിവുള്ള പ്രധാനപ്പെട്ട ആൾ കേസിയാണ്. മാരാര് ചരിത്രമേ അന്വേഷിക്കുന്നില്ല. അദ്ദേഹം എന്താണ് അന്വേഷിക്കുന്നത് പറഞ്ഞത്, വിദ്വാൻ പ്രകാശത്തിൻ്റെ സമ്പൂർണ്ണ പരിഭാഷയ്ക്ക് മാരാർ അവതാരം എഴുതി. അതിൽ പറയുന്നുണ്ട് ഇങ്ങനെ ഇതിഹാസങ്ങൾ കാവ്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിൽ സാംസ്കാരിക മൂല്യം എവിടെയാണ്, എന്താണ് പഠിക്കാനുള്ളത്, എന്താണ് നമുക്ക് എടുത്തു വെക്കാനുള്ളത് എന്ന് ആലോചിച്ചാൽ മതി. ചരിത്രം അന്വേഷിക്കരുതെന്ന് കൃത്യമായിട്ട് ഇത് ഏത് കാലത്തുണ്ടായ പുസ്തകമാണ്, ഇതിലെ കഥാപാത്രങ്ങൾ ആരാണെന്ന് അന്വേഷിക്കരുത് എന്ന് തന്നെ മാരാർക്കൊരു നിലപാടുണ്ട്. മാരാരുടെ ടെക്സ്റ്റ് മാരാർ ഉണ്ടാക്കി. അതിന് ഇന്ന് ഇപ്പോൾ പുതിയ തത്വം വെച്ച് പറഞ്ഞാണെങ്കിൽ അതേ ഒരു റൈറ്റർലി ടെക്സ്റ്റ് വായനയിലൂടെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതിലിപ്പോൾ KC ചോദിച്ചൊരു ചോദ്യം, ധർമ്മപുത്രർ എന്തുകൊണ്ടാണ് ആവർത്തിച്ച് വിളിക്കുമ്പോൾ ദുര്യോധനൻ്റെ ചൂതാട്ടത്തിനുള്ള ക്ഷണം സ്വീകരിക്കുന്നത്? 2 വട്ടം അബദ്ധം പറ്റിയല്ലോ, ഞാൻ പറഞ്ഞാൽ പോരെ. അപ്പോൾ KC അത് പറഞ്ഞു, ഇയാൾക്ക് ധർമ്മപുത്രർക്ക് ദുര്യോധനൻ്റെ സ്വത്ത് ഇങ്ങോട്ട് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഇത് മാരാർ കണ്ടിട്ടില്ല എന്ന് KC എന്നോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഓർമ്മയിലില്ല. ഞാൻ KC പറഞ്ഞ വാക്കനുസരിച്ച് ഞാൻ വീണ്ടും വായിച്ചു. അത് വായിച്ചപ്പോൾ മാരാർ ഒരു വാക്യത്തിൽ പറയുന്നുണ്ട്, ധർമ്മപുത്രർ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാനത് എഴുതി KCക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ അതൊക്കെ വിട്ടുകളെ ഇപ്പോൾ കളവ് പറഞ്ഞില്ലേ ധർമ്മപുത്രർ, അശ്വത്ഥാമാഹത കുഞ്ചര എന്ന് പറയുമ്പോൾ കളവ് പറയുന്നുണ്ട്. ഇതൊക്കെ ഇരിക്കെ തന്നെ ഒരു വലിയ കഥാപാത്രമാണ് ഇപ്പോൾ കർണൻ്റെ മഹിമ. അതിപ്പോൾ വ്യാസൻ കണ്ടതിന് അപ്പുറത്ത് കാണും. അവർ ഭീഷ്മരുടെ ഏതളവിലും ന്യായീകരിക്കും മാരാർ. കൗരവപക്ഷത്തെ അങ്ങേയറ്റം ന്യായീകരിക്കും, ദുര്യോധനെ ന്യായീകരിക്കും. അതൊക്കെ മാരാർ അദ്ദേഹത്തിൻ്റെ പാഠം ഉണ്ടാക്കുകയാണ് എന്നാണ് എൻ്റെ നിലപാട്. ചോദിക്കാമല്ലോ. അപ്പോൾ വ്യാഖ്യാതാവേയത്തെ കവിനഹി എന്ന് പറയുന്നത് അതൊന്നും നമുക്ക് പണ്ടേ ഉണ്ട്. ഇത്തരം വ്യാഖ്യാനങ്ങളിൽ പലപ്പോഴും മാരാരൊരു കുയുക്തി കൊണ്ടുവരാറുള്ള ശീലമുണ്ട്. പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സാഹിത്യത്തെ സംബന്ധിക്കുന്ന എന്തെഴുതിയാലും അതിനൊരു എതിർപ്പ് ഉണ്ടാകാതെ ഇരുന്നിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മുണ്ടക്കൽ സന്ദേശം, ഒരു മുഴുത്തശ്ശേരി ഒക്കെ പോലെയുള്ള പുള്ളിയുടെ ലേഖനങ്ങളിൽ അദ്ദേഹം ഇത്തരത്തിൽ ഈ വ്യാഖ്യാനത്തിൻ്റെ സാധ്യതയെ ഈ ശീർഷാസനം എന്ന് പറയുന്ന തലക്കെട്ട് ശരിക്കും പറഞ്ഞാൽ മാരാർക്കിടേണ്ട ഒരു തലക്കെട്ടായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സ്വാതന്ത്ര്യത്തെ ചിലപ്പോഴൊക്കെ ഒരു ഷോമാൻഷിപ്പിന് വേണ്ടിയിട്ട് മാരാർ ദുരുപയോഗം ചെയ്തിട്ടുമില്ലേ? അങ്ങനെയുണ്ട്. അതായത് മാരാർക്ക് ഈ മറ്റേ അദ്ദേഹത്തിന് കുസൃതി നല്ലോണം ഉണ്ട്. അതിലിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ മുണ്ടക്കൽ സന്ദേശം ഒരു മുഴുത്തച്ചിരി, അത് വെറും ഞാൻ അതിനെതിരായിട്ട് എഴുതിയിട്ടുള്ള ഒരാളാണ്. ഈ പുസ്തകത്തിൽ തന്നെ മഹാഭാരത ചിരി എന്നുള്ള ലേഖനത്തിൽ മാരാർക്കെതിരായിട്ടൊരു ചാപ്റ്റർ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ആശാൻ്റെ ലീല, അത് ലീല ഭർതൃഘാതിനിയാണ്. അത് KC മാരാരോട് യോജിക്കുന്നൊരു പോയിന്റ് ആണോ? താൻ യോജിക്കുന്നതാണ്. ഞാൻ യോജിക്കുന്നില്ല. അഴീക്കോട് മാഷ് യോജിച്ചിരുന്നില്ല, പലരും യോജിച്ചിരുന്നില്ല. അപ്പോൾ ലീല ഭർതൃഘാതിനിയാണ്, അല്ലെങ്കിൽ മുണ്ടക്കൽ സന്ദേശം ഇങ്ങനെയാണ് എന്നൊക്കെ പല തരത്തിൽ. ഇപ്പം വാർ ആൻഡ് പീസ് എന്നുള്ള പുസ്തകം ഒന്നിനും കൊള്ളില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഹെഡിങ് എങ്ങനെയാണ്, ഒരു വലിയ കൃതിയും ഈ ചെറിയ ഞാനും. ആ ലേഖനം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്, എന്ത് കണ്ടിട്ടാണ് ആളുകൾ ഇതൊരു മഹാനദിയാണെന്ന് പറഞ്ഞത്, എന്ത് കാണാഞ്ഞിട്ടാണ് ഞാൻ മരുഭൂമിയാണ് എന്ന് പറഞ്ഞതെന്ന്. ഞാൻ സംസാരിക്കട്ടെ. അപ്പോൾ മാഷ് തന്നെ സംസാരിച്ച പോരാ, ഇവിടെ നാരായണ മാഷ് ഇരിക്കുന്നുണ്ട്. അതിനകത്ത് പ്രതിപക്ഷ ബഹുമാനം കൂടെ എന്താ വെച്ചാൽ ഇതൊക്കെ ഉണ്ട്. അതായത് തെറ്റുകുറ്റങ്ങളില്ലാത്ത ആരുമില്ല. അപ്പം മാരാരുടെ വലിയൊരു ഐക്കൺ എന്ന് പറയുന്നത് ഗാന്ധിയാണ്. ഗാന്ധിക്ക് തന്നെ പല തെറ്റും പറ്റി നമുക്കൊക്കെ അറിയാം. അപ്പോൾ മാരാരുടെ നിരൂപണത്തിൽ പിന്നെ ഒരു കാര്യമുണ്ട്, മാരാർ സിദ്ധാന്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിഷ്പക്ഷ നിരൂപണം ഒന്നുമില്ല, പക്ഷപാത നിരൂപണമേ ഉള്ളൂ. ഞാൻ എൻ്റെ പക്ഷം പറയാണ്. അദ്ദേഹം പറഞ്ഞത് നിരൂപകൻ വിധികർത്താവല്ല, ജഡ്ജിയല്ല, അവൻ ആരാണ്, സ്വന്തം ഭാഗം വാദിക്കുന്ന വക്കീലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗം വാദിക്കുന്നു. ഇപ്പോൾ ഒരു കാലത്ത് വള്ളത്തോൾ സരസ്വതി വാഗ്ദേവിയുടെ പുരുഷാവതാരമാണ് എന്ന് പറഞ്ഞ മാരാർ അവസാനം പറയാണ്, 70 കാലത്ത് പറയുന്നുണ്ട്, മലയാളത്തിൽ ഋഷികവി എന്ന് പറയാവുന്ന ഒരാളുണ്ടെങ്കിൽ അത് ആശാനാണ് എന്ന് എനിക്ക് പതുക്കെ ബോധപ്പെട്ട് വരുന്നു എന്ന് പറയുന്നുണ്ട്. ചങ്ങമ്പുഴ അംഗീകരിച്ചിട്ടില്ല. ചങ്ങമ്പുഴയെ പറ്റി അദ്ദേഹം പറഞ്ഞത് കുപ്രസിദ്ധമായൊരു വാക്യമാണ്, മിസ്റ്റർ കേസരി ബാലകൃഷ്ണപിള്ളയുടെ മഹാകവികളിൽ ഒരാളായ മിസ്റ്റർ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്ന്. ഇതിലും വലിയ അവമാനമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് മാരാർക്ക് അതൊക്കെ ഉണ്ട്, അതിലൊന്നും യാതൊരു തർക്കമില്ല. അദ്ദേഹം രാമനെ പറ്റി പറഞ്ഞു, അദ്ദേഹം മാറ്റി പറഞ്ഞില്ല. വിഭീഷണനെ പറ്റി പറഞ്ഞു, മാറ്റി പറഞ്ഞു. 2 ലേഖനമാണ് രാമായണത്തെ പറ്റി പ്രധാനമായിട്ടുള്ളത്. ഒന്ന് വാൽമീകിയുടെ രാമൻ, രാജാങ്കണത്തിലെ ലേഖനം. അത് മാറ്റിയിട്ട് പിന്നീട് സാഹിത്യശേഷത്തിൽ വരുന്ന ലേഖനം എന്താ, ഇത് മുഴുവൻ തള്ളിപ്പറയാണ്. PK ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വലിയ ആരാധകനാണ്. PK ബാലകൃഷ്ണൻ പറയുന്നുണ്ട്, ആ നിഷേധം മറ്റേ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. അതുപോലെ ചിരഞ്ജീവി വിഭീഷൺ എന്നുള്ള ലേഖനം മാറ്റി എഴുതി. അപ്പോൾ അതൊക്കെ ഉണ്ട്, യാതൊരു സംശയമില്ല. അപ്പം മാരാർ ഒരിക്കലും
താൻ നിഷ്പക്ഷനാണ് എന്നോ താൻ ഒരു മാതൃക ഒന്നുമില്ല അദ്ദേഹത്തെ. പക്ഷേ വാദത്തിൻ്റെ ശക്തിയിൽ നമ്മൾ വീണുപോകും. ഇപ്പോൾ ലീലയെ പറ്റിയുള്ള ലേഖനാണെങ്കിലും ഹാസ്യസാഹിത്യത്തെ പറ്റിയുള്ള ആണെങ്കിലും ഒക്കെ ഹാസ്യസാഹിത്യമൊക്കെ വളരെ അബദ്ധമാണ്. ആ പുസ്തകം തന്നെ അബദ്ധ, ഹാസ്യസാഹിത്യം എന്നുള്ള പുസ്തകം. ഇത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതേ ഇദ്ദേഹത്തിൻ്റെ ഈ പാശ്ചാത്യ തത്വശാസ്ത്രങ്ങളോടുള്ള ഒരു പരിചയക്കുറവിൻ്റെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിക്കാത്തതിൻ്റെയൊക്കെ ഒരു ചെറിയ പ്രശ്നം. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തകഴി ശിവശങ്കരപ്പിള്ളയെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ ഒന്ന് ചൊറിഞ്ഞു കൊടുത്തപ്പോൾ തകഴി പറയുന്നൊരു സംഗതിയുണ്ട്, മാരാർക്ക് എന്ത് പിണ്ണാക്കറിയാം, കുറേ സംസ്കൃതമല്ലാതെ എന്ത് പിണ്ണാക്കറിയാം എന്ന് ചോദിക്കുന്ന ഒരു സംഗതിയുണ്ട്. പക്ഷേ നളിനിയും ഇവാഞ്ചലിനും എന്ന് പറയുന്ന ലേഖനം എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ തർജ്ജമകളിലൂടെ സ്വാംശീകരിച്ചിട്ടുള്ള അറിവിനെ അദ്ദേഹം വ്യാപരിപ്പിക്കുന്നുണ്ട്. ഇത് ഒരു പരിമിതിയായിട്ട് പലപ്പോഴും മാരാരുടെ വിമർശനങ്ങളിൽ കാണാറില്ലേ? ഞാൻ മാരാരെ വേറൊരു വിധത്തിൽ സമീപിക്കാം. ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മുടെ നോവലിസ്റ്റ് ആനന്ദ് ഒരു കാര്യം പറയണ്ടായി. ഒരു കൃതിയുടെ ഗുണം അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ്റെ ഗുണം എന്ന് പറയുന്നത് ആ എഴുത്തുകാരനിൽ നിർത്താതെ നമുക്ക് അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ അത് ശക്തി തരുന്നുണ്ടോ, ഇതാണ് ഒരു കൃതിയുടെ മൂവിങ് ഫോഴ്സ്. അതല്ലെങ്കിൽ അവിടെ അവസാനിക്കും. മാരാർ ഉണ്ടാക്കിയ അലകൾ ചെറുതായിരുന്നില്ല. അദ്ദേഹത്തെ തുടർന്നാണ്, അദ്ദേഹമാണ് ആദ്യമായിട്ട് മഹാഭാരതത്തിനെ പറ്റി ഒരു പുസ്തകം എഴുതിയതും കേരളീയർക്ക് മഹാഭാരതത്തിലൊരു താല്പര്യം ഉണ്ടാക്കി. അതിനെ തുടർന്ന് ഇഷ്ടം പോലെ മഹാഭാരതത്തിനെ റീടെല്ലിംഗ് ആയിട്ടും നിരൂപണമായിട്ടും രണ്ട് വിധത്തിലും, ഇപ്പോൾ വ്യാസപ്രഭാവം, വ്യാസപ്രസാദം, അങ്ങനെ ഒരു വക. പിന്നെ അതല്ലാതെ മറ്റേ അതിനെ റീറ്റെയിൽ ചെയ്തുകൊണ്ട് എം ടി വാസുദേവൻ നായരുടെ രണ്ടാമൂഴം, അങ്ങനെ ഒരു വക. ഇങ്ങനെ ധാരാളം മഹാഭാരത പഠനങ്ങൾ. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നത് ആത്രേയകമാണ്, മഹാഭാരതത്തിനെ അടിസ്ഥാനപ്പെടുത്തി. അപ്പോൾ ഇത് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് മാരാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്തേജം, ഒരു മൂവിങ് ഫോഴ്സായിട്ട്. അത് അവിടുന്ന് എൻജിൻ അത് വിട്ടു. അത് ഈ കേരളത്തിൽ മാത്രം ഉണ്ടായിട്ടുള്ളതല്ല കേട്ടോ, മാരാർ മാത്രമല്ല. ഇപ്പോൾ ആന്ത്രോപോളജിയുടെ അടിസ്ഥാനത്തിൽ ഇരാവതി കാർവെ, ഇതിനൊക്കെ പുറമെ ഇന്നിപ്പോൾ ഇവിടെ വന്ന ജയമോഹൻ തമിഴിൽ 28,000 പേജുള്ള, അതായത് 1000 പേജുള്ള 28 വോള്യമുള്ള വെൺമുരശ് എന്നൊരു അത്ഭുതകരമായ കൃതി എഴുതിയിട്ടുണ്ട്. അയാളുടെ വർക്കിൻ്റെ സ്പീഡ് കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെടും. ഒരു കൊല്ലം കൊണ്ട് 1000 പേജുള്ള 2 നോവലുകൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു വർക്കഹോളിക്. അപ്പോൾ ഈ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ തമിഴ് നാഗർകോവിലുകാരനായ ജയമോഹൻ 28,000 പേജിലൊരു നോവൽ എഴുതി. അതിൽ കുട്ടികൃഷ്ണന്മാരൊക്കെ വായിച്ചിട്ടുള്ള ആളാണ്, മലയാളം നന്നായിട്ട് വായിക്കാനും അറിയാം. അപ്പോൾ ഇങ്ങനെ അതിന് 2 ഭാഷയിൽ എഴുതുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരുപാട് എഴുത്തുകാരെ മൂവ് ചെയ്യിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഉത്തേജകമാവാനും നിഷേധിക്കാനും അതിൽ നിന്ന് വളരാനും, ആനന്ദ് പറഞ്ഞ പോലെ ഒരു കൃതിയിൽ നിങ്ങൾ വിശ്രാന്തി നേടരുത്, അതിന്ന് മുന്നോട്ട് പോകണം. അങ്ങനെ അവനവനിൽ അവസാനിക്കാൻ വിടാതെ നമ്മൾ നിരന്തരം മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് മാരാരുടെ ഈ ഒരു പുസ്തകമേ ഉള്ളൂ. മഹാഭാരത പര്യടനം മറ്റൊക്കെ ഇപ്പം ഇപ്പോൾ വൃത്തശില്പം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ വൃത്തം തന്നെ അപ്രസക്തമായിരുന്ന കാലത്ത് അദ്ദേഹം എഴുതിയ ആ പുസ്തകത്തിന് അതിൻ്റെ സംഘടന ഒരു കേസി ആ പുസ്തകത്തിൻ്റെ മുഖവരിൽ അദ്ദേഹം പറയാണ്, ഈ പുസ്തകത്തിന് വേണ്ടി അധ്വാനിച്ച അത്ര ജീവിതത്തിൽ മറ്റൊന്നിനു വേണ്ടിയും അധ്വാനിച്ചിട്ടില്ല എന്ന് ഞാൻ ഇതിന്മേൽ മേനി കൊള്ളുന്നു. അത് നിഷ്ഫലമായി. ഇപ്പോൾ അങ്ങനെ വൃത്തശാസ്ത്രമോ ആവശ്യമില്ല. അതുപോലെ മാരാരുടെ മിക്ക കാര്യങ്ങളും മിക്ക തത്വങ്ങളും ഇന്ന് ഒരു കവിതയിലോ സാഹിത്യത്തിലോ നോവലിലോ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഈ പുസ്തക പഠനം അങ്ങനെയല്ല. അത് ഒരുപാട് അലകളെ മാറ്റി ചിന്തിച്ചും വീണ്ടും അല്ല കേസ് എനിക്കതിലൊരു പറയേണ്ടത് വെച്ചാൽ ഇപ്പോൾ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ പിറന്ന് പടക്കി പുറപ്പെട്ട കാലത്ത് അതിൻ്റെ ആ യാന്ത്രിക സമീപനത്തെ ചെറുത്ത് നിന്നതിൽ ഏറ്റവും പ്രധാനി മാരാരാണ്. പിന്നെ സഞ്ജയനുണ്ട്, അഴീക്കോട് മാഷുണ്ട്, പിന്നീട് CJ ഉണ്ട്. പക്ഷേ അതൊരു വലിയ കാര്യം തന്നെയാണ് അന്ന്. കാരണം 37 അത് വരുന്നത്. മാരാരുടെ ഒരു 10 കൊല്ലത്തെ പ്രധാനപ്പെട്ട പണി അദ്ദേഹം പറയുന്നുണ്ട്, സാഹിത്യം സംബന്ധിക്കുന്ന പല ഉൾക്കാഴ്ചകൾ ഒരുക്കി കിട്ടിയത് പുരോഗമന സാഹിത്യം എതിർക്കാൻ വേണ്ടിയാണ്. ഇന്നിപ്പോൾ അതിൻ്റെ യാന്ത്രികത ഒന്നും ഇപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം ആധുനികതാ പ്രസ്ഥാനം വന്നതോടുകൂടി അതിൻ്റെ യാന്ത്രികത ഒക്കെ പൊയ്ക്കഴിച്ചു. പക്ഷേ മാരാർക്ക് അങ്ങനെ ചരിത്രപരമായൊരു റോള് വരും. പക്ഷേ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മാരാരുടെ ഈ ഭാരത പര്യടനത്തിന് മാത്രമേ ആ മൂവിങ് ഫോഴ്സ് ഉണ്ടായിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, അല്ല എന്താണെന്നറിയോ, ഭാരത പര്യടനത്തിന് ഇപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 75ാമത്തെ പതിപ്പായി. ഒരു നിരൂപണ കൃതിയും
മലയാളത്തിൽ ഉണ്ടായിട്ടില്ല, വേറെ പ്രാദേശിക ഭാഷ ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ്. രണ്ടാമൂഴം അത്രേ ആയിട്ടുള്ളൂ. രണ്ടാമത് 80 പതിപ്പായി ഭാരത പര്യടനം. പിന്നെ ഇപ്പോൾ നമ്മുടെ PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ള മഹാഭാരത്തെ ആധാരമാക്കി ദ്രൗപദിയെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയ നോവലിൻ്റെ മുഖവരിൽ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഈ പുസ്തകത്തിന് വല്ലൊരു യോഗ്യതയും ഉണ്ടെങ്കിൽ അത് മുഴുവൻ മാരാർക്ക് ചെല്ലേണ്ടതാണ്, അയോഗ്യത മുഴുവൻ എൻ്റെ കണക്കിൽ എഴുതിക്കൊള്ളുന്ന അത്രയധികം PK ബാലകൃഷ്ണൻ സ്വാധീനിച്ചിട്ടുണ്ട്. ആ നോവൽ ഉണ്ടാക്കുന്ന ആരോരെന്നുള്ള പുസ്തകമാണ് മറ്റേ പുസ്തകം ഉണ്ടാക്കുന്നത്. അതെ, അപ്പോൾ അങ്ങനെയുള്ളൊരു പുസ്തകം എന്നുള്ള നിലയ്ക്കാണ്. അതിലൊരു തമാശയോട് ഞാൻ പറയാം, അതിൻ്റെ സംസ്കൃത പരിഭാഷ വന്നിട്ടുണ്ട്. ഇത് സംസാരിക്കാൻ അനുവദിക്കാമല്ലോ. ഇത് മറ്റേ മറുകോടെന്ന് പറയും നമ്മൾ ചീട്ടുകളിൽ. ഒരു ചീട്ടിടുമ്പോൾ തന്നെ മറുകോട് ഇടുന്ന നാരായണ മാഷിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോഡറേറ്റർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നല്ല കൃത്യമായിട്ടുള്ള നിർദ്ദേശം തന്നിട്ടുണ്ട്, ഇങ്ങനെ ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ മോഡറേറ്റർക്ക് കൃത്യമായിട്ട് ഇടപെടാൻ പറ്റുമെന്നുള്ളത് മാഷ് പറഞ്ഞു. ജനാധിപത്യല്ലേ, ഒരു ഗോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും കൊടുക്കണമല്ലോ. എനിക്ക് തുടരാം. അതെ. അപ്പോൾ ഇങ്ങനൊരു ഗുണമാണ് മാരാരുടെ ഈ കൃതിയിലുള്ളത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ ഭാഷയിലെ എല്ലാ ഭാഷയിലും സംഭവിച്ചിട്ടുള്ളതാണ്. സ്വാതന്ത്ര്യാനന്തര അതായത് പോസ്റ്റ് കൊളോണിയൽ ഇതൊക്കെ പറയുന്ന കാലത്താണ് മഹാഭാരതത്തിന് വലിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടായത്. അതിൻ്റെ മുമ്പേ ഉണ്ടായി. ഈ മഹാഭാരതത്തിൻ്റെ കഥ വളരെ ഇതാണ്. ഈ മഹാഭാരതം എന്നുള്ള കൃതി AD ഒരു 5-ാം നൂറ്റാണ്ടോടുകൂടി ഇന്നത്തെ രൂപത്തിലായി. പിന്നെ ഒരു 6 നൂറ്റാണ്ട് കാലം അത് അതേപോലെ തുടർന്നു. പിന്നെ 11-ാം നൂറ്റാണ്ടിലാണ് ഈ ഭക്തി പ്രസ്ഥാനം വരുന്നത്. അതിൽ വെച്ചിട്ടാണ് ഈ ശ്രീകൃഷ്ണൻ ഒരു പ്രധാന കഥാപാത്രമാവുന്നതും ശ്രീകൃഷ്ണൻ്റെ കഥയായിട്ട് ഇതിനെ മാറ്റി എഴുതുന്നതും. അതുകൊണ്ട് ഭാഗവതം എന്നുള്ള പുസ്തകമാവും. അപ്പോൾ മഹാഭാരതത്തിനെ അങ്ങ് കൃഷ്ണൻ്റെ ലീലയായിട്ട് എഴുത്തച്ഛനൊക്കെ അതാണ് ചെയ്തത്. അങ്ങനെ ഒരു 8 നൂറ്റാണ്ട്, 8 ബ്രിട്ടീഷുകാരുടെ പീരീഡ് വരെ ഇത് തുടർച്ചയായിട്ട് ഈ വേർഷനേ ഉള്ളൂ. പിന്നെ ബ്രിട്ടീഷുകാർ വന്നു, അവരുടെ ആളുടെ യുദ്ധം അല്ലെങ്കിൽ സമരം നടക്കുമ്പോഴാണ് ആളുകൾക്ക് ഇതൊരു ടെക്സ്റ്റ് വേറെ രീതിയിൽ വായിക്കാൻ തുടങ്ങിയത്. അതെന്താ? ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും അത് പാണ്ഡവരും കൗരവരുമാണ്. നമ്മുടെ ഭൂമി അവർ തട്ടിയെടുത്തു. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ യുദ്ധമാണ് കുരുക്ഷേത്ര യുദ്ധം, നമ്മൾ ധർമ്മമാണ്, നമ്മൾ ജയിക്കണം. അങ്ങനെ ഒരു ഇന്ത്യൻ യുദ്ധമായിട്ട് ഈ കുരുക്ഷേത്ര യുദ്ധം മാറുകയാണ്. അത് മറ്റേ ഈ ഏത് തെരഞ്ഞെടുപ്പിനെയും കുരുക്ഷേത്ര യുദ്ധം എന്നാണല്ലോ പിന്നെ വിശേഷിപ്പിക്കുക. കുരുക്ഷേത്രത്തിൽ കാണാം എന്ന് ആരാ കാരശ്ശേരി പറഞ്ഞു? അത് TV തോമസ്. അല്ല, ഞാനൊരു കാര്യം കൂടി പറയാം. കുട്ടികൃഷ്ണമാരാരുടെ ഈ ഭാരത പര്യടന പഠനത്തിൽ തന്നെ അത് 48-49 കാലത്ത് ആ ലേഖനങ്ങൾ എഴുതുന്നത്. 50-ലാണ് ആ പുസ്തകം വരുന്നത്. അപ്പോൾ അതിലൊരു ഉദാഹരണം പറയാം. സഹോദരന്മാർ തമ്മിൽ എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അത് എല്ലാവർക്കും പെട്ടെന്ന് ആലോചിക്കാവുന്നവർ, അർജുനൻ ഏട്ടൻ ധർമ്മപുത്രനെ കൊല്ലാൻ പോകുന്ന, പക്ഷേ അതിൻ്റെ പശ്ചാത്തലത്തിലുള്ളത് ഇവിടുത്തെ ഹിന്ദു മുസ്ലിം ലഹളയാണ്. കാരണം വിഭജനകാലത്തെ അനേകം പ്രശ്നങ്ങൾ ഇതിൽ സൂചിതമായിട്ടുണ്ട്. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, ഭഗവത് ദൂത് എന്നുള്ള ലേഖനമുണ്ട്. ആ ഭഗവത് ദൂതിൽ എങ്ങനെയാണ് കൃഷ്ണൻ കൗരവരുടെ രാജധാനിയിൽ ദൂതുമായിട്ട് പോയത് അത് പറഞ്ഞു വന്നിട്ട് കൃഷ്ണനേക്കാൾ എന്തുകൊണ്ട് ഗാന്ധി മേലെയാണെന്ന് അതിനകത്ത് പറയും. അതിൽ പറഞ്ഞൊരു വാചകം നവഖാലിയിലേക്കുള്ള ഗാന്ധിയുടെ യാത്രയായിട്ട് കമ്പയർ ചെയ്തതിന്. എന്നിട്ട് പറയും, ഇതാണ് ആ ദ്വാപരയുഗ മഹാത്മാവിൽ നിന്ന് ഈ കലിയുഗ മഹാത്മാവിലേക്കുള്ള മാറ്റം, ഇതിൻ്റെ മഹിമ എന്ന് പറയും. അപ്പോൾ മാരാർ കൃത്യമായിട്ട് അത് ഇന്ത്യ വിഭജന, അതിൽ വിഭജനം ഉണ്ടല്ലോ, മഹാഭാരതത്തിലുണ്ടല്ലോ. ആദ്യം വന്നിട്ട് പിന്നെ ഇന്ദ്രപ്രസ്ഥവും മറ്റുമായിട്ട് വിഭജിക്കുന്നുണ്ടല്ലോ. ഇവർ തമ്മിൽ ഈ കലഹം മുഴുവൻ അതിലെ അഹിംസ മാരാർ കണ്ടെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഹിംസ കൊണ്ട് നിങ്ങൾക്കൊരു പ്രശ്നവും പരിഹരിക്കാൻ കഴിയില്ല എന്ന് മഹാഭാരതം പറയുന്നുണ്ട്. കാരണം നിങ്ങൾ ഹിംസ കൊണ്ടാണ് ഇത് പരിഹരിക്കാൻ പറ്റുന്നത്. മാരാർ ഗാന്ധിയനാണ്. ഈ ഗാന്ധി യുഗത്തിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് മാരാർ, ബഷീറിനെ പോലെ തന്നെ. ഞാൻ മറ്റൊന്നാ പറഞ്ഞത്, അതായത് ഇങ്ങനെ വന്ന് ഈ സ്വാതന്ത്ര്യ സമര കാലത്താണ് മഹാഭാരതത്തിന് വേറൊരു പാഠം ഉണ്ടായത്. എങ്ങനെ ധർമാധർമ്മങ്ങളുടെ ഒരു യുദ്ധമായിട്ട് അതിനെ, അങ്ങനെ ഇന്ത്യയിലെ എല്ലാ ദിക്കിലും എല്ലാ ഭാഷയിലും ഈ തരത്തിലുള്ള നാടകങ്ങളും കഥകളും നോവലുകളും ഉണ്ടായി. ഈ പമീല എൽബോക്ക് എന്ന് പറഞ്ഞൊരു സ്ത്രീ അന്ന് ഇന്ത്യയിലുണ്ടായ ഇത്തരം കൃതികളെപ്പറ്റി മാത്രമായിട്ടൊരു പഠനം നടത്തിയിട്ടുണ്ട്. വളരെ ഇല്യൂമിനേറ്റിംഗ് ആയിട്ട് പഠനമാണ്. അപ്പോൾ അന്ന് ആ പഠനത്തിൽ ആമുഖത്തിൽ അവർ പറയുക, ഈ മറ്റേ ഡൽഹിയിൽ സംഘം തിയേറ്ററിൽ ഈ എന്താ പറയണ്ടേ, മഹാഭാരതത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് നാടകം കളിക്കണ്ടായി. അപ്പോൾ നാടകം കളിക്കുമ്പോൾ അതിൻ്റെ മുമ്പേ ഒരു പൂജ നടത്തി. കാരണം ഈ മഹാഭാരതം കൊണ്ടുണ്ടാകുന്ന നാടകം കളിച്ചാലത്തെ ദോഷങ്ങളൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് ഒരു ഹോമം നടത്തുക.
അപ്പോൾ ഈ മഹാഭാരതം ഒരിക്കലും ഒരു നല്ല പുസ്തകമായിട്ട് ജനമനസ്സിൽ സ്വീകരിക്കപ്പെട്ടിരുന്നില്ല. ഏത് ഒറിജിനൽ മഹാഭാരതം അത് അത് വ്യാസൻ തന്നെ പറഞ്ഞത് ഇത് ഛിദ്രത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും കഥയാണല്ലോ. അപ്പോൾ ആ ഛിദ്രത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും കഥയെന്ന് ധർമ്മത്തിൻ്റെ ഒരു പാഠം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അത്ര എളുപ്പമല്ല. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ളൊരു യുദ്ധമായിട്ട് അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ആ ഒരു 150 കൊല്ലത്ത് നടന്ന ഒരു പ്രധാന പദ്ധതി. അങ്ങനെയാണ് ആധുനികമായിട്ടുള്ള ഒരു മഹാഭാരതം നമ്മൾ ഉണ്ടാക്കിയത്. പിന്നെ നെഹ്റു ആണ് ഇത് ആദ്യമായി ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ പറയുകയാണ്, ഇത് ഹിന്ദുക്കളുടെ ഗ്രന്ഥമല്ല. അത് വളരെ അടിവരയിട്ട് പറയണം, ഇതൊരു മതഗ്രന്ഥമല്ല, ഇത് ലോക സാഹിത്യത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളാണ് രാമായണവും മഹാഭാരതവും. ഇതോടുകൂടി ആണ് അതിന് മുമ്പ് അതിന്മേൽ പറ്റിപ്പിടിച്ചിട്ടുള്ള ഈ മതപരമായിട്ടുള്ള അർത്ഥങ്ങൾ മുഴുവൻ കൊഴിഞ്ഞു പോവുകയും അതിന് മതേതരമായിട്ടുള്ള ഒരു സാഹിത്യം, അത് പ്രത്യേകം പറയണം, സാഹിത്യം, അതിന് മതപരമല്ല, അത് സാഹിത്യം. അങ്ങനെ സാഹിത്യം എന്നുള്ള നിലയ്ക്ക് ഒരു മൂല്യം കൈവരികയും സ്ഥാനം കൈവരികയും ചെയ്ത് ഈ നെഹ്റുവിൻ്റെയൊക്കെ കാലത്താണ്, നെഹ്റുവിൻ്റെ വീക്ഷണത്തോടു കൂടിയാണ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അത് സാഹിത്യമായി. പിന്നെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലാണ് ഈ സാഹിത്യത്തിനെ വീണ്ടും വിചാരം ചെയ്യുകയും അതിൽ നിന്ന് വീണ്ടും അടുത്ത കൃതികളും അടുത്ത വ്യാഖ്യാനങ്ങളും അടുത്ത പഠനങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത്. ആ പരമ്പരയിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. ഈ യാത്രേകം എന്നുള്ള ഈ ഇതുവരെ ഉണ്ടാവുന്നത് ഈ സാഹിത്യപരമായിട്ടുള്ള മഹാഭാരതത്തിനെ കണ്ടെടുത്തതിൻ്റെ ഫലമായിട്ട്, അല്ലാണ്ട് ഈ ഭക്തി സാഹിത്യ കാലത്തെ മഹാഭാരതേ അല്ല. ഇതാണ് എനിക്ക് പറയാം. അതിലൊരു കാര്യം എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. എന്നുവെച്ചാൽ ഈ ദേശീയ പ്രസ്ഥാന കാലത്ത് മഹാഭാരതം ഉപയോഗിച്ച പോലെ ചില ഘട്ടങ്ങൾ അതിനേക്കാൾ കൂടുതൽ രാമായണം ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, തമിഴ്നാട്ടിൽ EV രാമസ്വാമി അദ്ദേഹം രാമായണത്തെ വായിച്ചത് ആര്യന്മാർ ദ്രാവിഡന്മാരെ തോൽപ്പിച്ചതിനെയാണ്. അദ്ദേഹം പറയുന്നത് രാമൻ ആരാണ്? ആര്യനാണ്, ഉത്തരേന്ത്യക്കാരനാണ്. രാവണൻ ആരാണ്? ദ്രാവിഡന്മാരുടെ ദൈവമാണ്, അല്ല നായകനാണ്. അപ്പോൾ ദ്രാവിഡന്മാരുടെ നായകനെ തോൽപ്പിച്ചതിൻ്റെ കഥയാണ് എന്ന് പറഞ്ഞ് രാമലീലയല്ല നടത്തേണ്ടത്, രാവണലീലയാണ് എന്ന് പറഞ്ഞാൽ അവർ രാവണലീല സംഘടിപ്പിക്കും. അപ്പോൾ അംബേദ്കർ ഭയങ്കരമായിട്ട് ഇതിനൊക്കെ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ മലയാളത്തിലും കൂടി ഞാൻ 10-20 കൊല്ലം മുമ്പ് വായിച്ചത് രാമനും കൃഷ്ണനും പ്രതിക്കൂട്ടിൽ എന്ന് പറഞ്ഞിട്ട് രാമായണവും മഹാഭാരതവും എങ്ങനെയാണ് ജാതിയുടെ സ്ഥാപനത്തിന് നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടത്, അത് നമ്മൾ തിരിച്ചറിയണം എന്ന് പറഞ്ഞിട്ട് അംബേദ്കർ അതിനെ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ കേസിക്ക് കേസ് തന്നെ എഴുതിയിട്ടുണ്ട് പുസ്തകത്തിൽ, ജാതി ഉറപ്പിക്കുക എന്നുള്ള ഇതിലൊരു പ്രധാന പണിയുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു കാട്ടാളൻ ഒരു കുരരിപ്പക്ഷിയെ അമ്പ ചെയ്ത് വീഴ്ത്തുമ്പോൾ അത് കണ്ട് മനസ്സ് വിങ്ങിയിട്ട് കാട്ടാള അരുത് മാ നിഷാദ എന്ന് പറയുന്ന വാൽമീകിയാണ് കാവ്യ ആരംഭത്തിലുള്ളത്. ഒരു ഘട്ടം കഴിഞ്ഞ് അവസാനത്ത് തൊട്ട് മുമ്പ് വരുമ്പോൾ ശംഭുവിനെ വധിക്കും രാമൻ. തീർച്ചയായിട്ടും അത് ഉത്തരരാമായണത്തിലാണ്, ഉത്തര ഭാഗത്താണ്. ആ വധിച്ച വകയിൽ രാമനെ വാൽമീകി അനുമോദിക്കുന്നത് വാൽമീകി രാമായണത്തിലുണ്ട്. കാരണം ജാതി ഇതിനേക്കാളൊക്കെ പ്രധാനമാണല്ലോ. മഹാഭാരതത്തിലാണെങ്കിൽ ഓരോ ഇഞ്ചിലും ജാതിയുടെ നിഷ്ഠ, അത് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഭീഷ്മർ പറയുമ്പോൾ, ആര് പറയുമ്പോഴും, ഞാൻ ഒരു ഉദാഹരണം പറയാം, ശരശയ്യെ കിടക്കുമ്പോൾ പോലും ഭീഷ്മർ യുധിഷ്ഠിരന് കൊടുക്കുന്ന ഉപദേശങ്ങൾ എത്ര പേജാണ്, ഗദ്യത്ത് തന്നെ 1400 ചില്ലാനം പേജാണ് ആ ഉപദേശങ്ങൾ മാത്രം. കഥകൾ, ഉപകഥകൾ, ഉൾക്കഥകൾ, അതിലൊക്കെ ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്നൊരു സാധനം ജാതിയാണ്, ചാതുർവർണ്ണമാണ്. അപ്പം ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ആക്രമിക്കുന്ന ഒരു രാഷ്ട്രീയം EVR മുന്നോട്ട് വെക്കുന്നുണ്ട്, അംബേദ്കർ മുന്നോട്ട് വെക്കുന്നുണ്ട്. മാഷിനോട് ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്, വിസ്തരിച്ച് ഒന്ന് പറയാനുള്ള ഒരു കാര്യം. മാരാരുടെ ഒരു ട്രാൻസിഷനുണ്ട്. ഇപ്പോൾ മേഘസന്ദേശം, ആദ്യത്തെ മേഘസന്ദേശ പഠനത്തിൽ നിന്ന് അവസാനത്തെ പഠനത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് മാരാരുടെ കാഴ്ച മാറുന്നുണ്ട്, കാഴ്ചപ്പാട് മാറുന്നുണ്ട്. മൊത്തത്തിലുള്ള ഈ ശരണാഗതിയൊക്കെ എഴുതുമ്പോഴത്തേക്കുള്ള ആ ഭക്തിയിലേക്കുള്ള, സായിബാബ ഭക്തിയിലേക്കുള്ള ഒരു പോക്കും കാര്യങ്ങളും. മാഷിന് തന്നെ ആ ചോദ്യം അറിയാമല്ലോ, ആ വീര്യമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ വീര്യമൊക്കെ സായിബാബയോടുള്ള ഭക്തിയുടെ തീയിലെരിച്ചിട്ട് അതിൻ്റെ ഭസ്മവും പൂശിയിരിക്കുകയാണ് എന്ന് പറയുന്ന ആ മാരാരിലേക്കുള്ള ഒരു പോക്കുണ്ട്. സാഹിത്യ വിദ്യാർത്ഥികൾ ഏത് മാരാരെയാണ് പിന്തുടരേണ്ടത്? അതാണ് വളരെ 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 പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം മാരാര് വളരെ ഗംഭീരമായിട്ടൊരു ലേഖനം എഴുതി, മേഘസന്ദേശം എന്ന് പറഞ്ഞിട്ട് 1936. ആ ലേഖനം എഴുതിയിട്ട് ആ ലേഖനത്തിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മനോഹരമായ കാവ്യം വായിക്കുമ്പോൾ
ഇതിൽ നിങ്ങൾക്ക് മൂല്യം എവിടെയാണ്, ഇതിലെ സദാചാരം എവിടെയാണ് എന്നൊന്നും അന്വേഷിച്ച് സദാചാരത്തിൻ്റെ വാദങ്ങളൊക്കെ കുമാരസംഭവത്തിൽ 8-ാം സർഗം എന്നുള്ള ലേഖനത്തിലൊക്കെ മാരൊരു തകർക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് വേറെ ഉണ്ടല്ലോ എന്നുള്ളതാണ്. ഇതിനകത്തൊന്നുമില്ലല്ലോ. ഈ യക്ഷൻ്റെ വിരഹിണിയായ ഭാര്യയും പിന്നെ അവളുടെ അടുത്തേക്ക് പോകുന്ന ഈ എന്താണ് ആനയുടെ ആകൃതിയിലുള്ള കുടകപ്പാലപ്പൂക്കൾ വാരി അർച്ചിച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതിനടുത്ത് മുഴുവൻ അനവധി, അതായത് രതിബിംബങ്ങളാണ് ഉടനീളം. മറ്റേ പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ആമറകൂട പർവ്വതം എന്നുള്ള മലയെപ്പറ്റി പറയുന്നുണ്ട്. എന്താണ് അത്? ഭൂമിയുടെ സ്ഥലം പോലെ ഇരിക്കുന്ന ആമറകൂട പർവ്വതത്തിൻ്റെ മുകളിൽ, മൂത്ത് പഴുത്ത മാങ്ങയുടെ മുകളിൽ മേഘം ചെന്നിരിക്കുമ്പോൾ ഭൂമിയുടെ മുലക്കണ്ണ് പോലെ നീ ശോഭിക്കും എന്ന തരത്തിൽ അനവധി കാര്യങ്ങൾ. മറ്റേ ഇയാൾ തിരുനെല്ലൂർ പരിഭാഷപ്പെടുത്തല്ലോ, എന്താണ് സ്വാതറിഞ്ഞവൻ വേണ്ടെന്ന് വെക്കുമോ വാർമടിക്കുത്ത് വേർപെട്ട മങ്കയെ എന്നൊക്കെ നമ്മൾ ആഘോഷിക്കുന്ന വരികൾ അതിന് ധാരാളമുണ്ട്. അപ്പോൾ ആ ലേഖനത്തിൽ മാരാർ പറഞ്ഞു, ഇതിന് ഒരു സാധനം ഇതിൽ അന്വേഷിക്കാൻ പാടില്ല. മാരാർ അതൊരു പുസ്തകത്തിലും ചേർത്തില്ല. മാരാർ ഒരു ലേഖന സമാഹാരത്തിൽ ആ ലേഖനം കൊടുത്തില്ല. എന്നിട്ട് മാരാർ 1951 ഇതിന് അതിമനോഹരമായൊരു ഗദ്യ പരിഭാഷ എഴുതി. ആ പരിഭാഷയ്ക്ക് അദ്ദേഹം ഒരു അവതാരിക എഴുതി. അതിൻ്റെ തലക്കെട്ട് ആസ്വദിക്കേണ്ടത് എങ്ങനെയാണ്. അതിൽ പറയുന്നുണ്ട് എന്താണ് ഇതിൻ്റെ സന്ദേശം. അതിൽ പറയാണ്, പാതിവൃത്യം എന്ന് പറയാണ്, ഏത് രാമനും അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടില്ല എന്നതുപോലെ ഏത് രാവണനും അങ്ങോട്ട് യാത്ര പുറപ്പെട്ടവനാണ്. അത് മാരാർ ഒരു സദാചാര മൂല്യം കണ്ടുപിടിച്ചു. മാരാർക്ക് മോറൽസ് വേണം, സദാചാര പാഠങ്ങൾ വേണം. ഈ പുസ്തകം വന്നു. അപ്പം 1960 അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഷഷ്ടിപൂർത്തിക്ക് പുസ്തകം എഡിറ്റ് ചെയ്യാണ്. ആരൊക്കെയാണ്? ഒന്ന് NP മുഹമ്മദ്, ഒന്ന് സുകുമാർ അഴീക്കോട്, പിന്നെ R രാമേന്ദ്രൻ മാഷ്, ഉറൂബ്. ഈ 4 പേരും കൂടി കല ജീവിതം തന്നെ എന്നുള്ള പേരിൽ പുസ്തകം വരിക. ആ പുസ്തകത്തിലാണ് ഈ ലേഖനം അവിടെ എടുത്ത് ചേർക്കുന്നത്. ഞാൻ NPയുടെ അയൽവക്കത്തായതുകൊണ്ട് അതിൻ്റെ എല്ലാ കഥകളും എനിക്കറിയാം. അപ്പോൾ ഇവർ നിർബന്ധിക്കുകയാണ് മാരാരോട്. കാരണം മാരാർക്കെതിരെ മാരാരെപ്പോഴും ഒന്നാമത് ആളുകൾ തെറ്റിദ്ധരിക്കുന്ന മാതിരി മാരാർ എല്ലാം യുക്തിഭദ്രമായി പറഞ്ഞു വെച്ചിട്ടൊന്നുമില്ല. ഞാനിതിൽ പറയുന്നുണ്ട് പുസ്തകത്തിൽ. പലപ്പോഴും അദ്ദേഹത്തിന് ഇങ്ങനെ ആട്ടം വരും. അതായത് പ്രതിപാദനമാണോ പ്രതിപാദ്യമാണോ മേലെ, ഇതാണല്ലോ പ്രശ്നം. അത് പലപ്പോഴും മാരാർ പ്രതിപാദ്യമാണെന്ന് പറയും, ചിലപ്പോൾ പ്രതിപാദനമാണെന്ന് പറയും. കവി കാലംശത്തിലെ കലാകാരനായിരിക്കേണ്ടു, മുക്കാലംശത്തിലും മനുഷ്യ സംസ്കാരത്തിൻ്റെ ചിഹ്നമായിരിക്കുകയാണ് വേണ്ടതെന്ന്. തന്നെയാണ് പുരോഗമന സാഹിത്യത്തിൻ്റെ സിദ്ധാന്തം. പുരോഗമന സാഹിത്യത്തിൻ്റെ സിദ്ധാന്തം തന്നെയാണ് മാരാരും പറഞ്ഞത്. സാഹിത്യവിദ്യ എന്ന് പറയും. അദ്ദേഹം പറയുന്നുണ്ട്, സാഹിത്യം എന്ന് പറയുന്നത് ജ്ഞാനലബ്ധിയാണ്, മനസ്സംസ്കാരമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയും. ആ സംസ്കൃതത്തിലെ പഴയ സങ്കല്പമാണത് സാഹിത്യം വിദ്യ ആണെന്നുള്ളത്. ആ പേരിൽ ലേഖനം എഴുതി, ആ പേരിൽ സമാഹാരം ഇറക്കി. പക്ഷേ എപ്പോഴും അദ്ദേഹം കല എന്താണെന്ന് അന്വേഷിച്ചു പോയി. കാരണം തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിയായിട്ട് മാരാർ എടുക്കേണ്ടിയിരുന്നത് ഈ വ്യാസനെയും വാൽമീകിയും ഒന്നല്ല, എടുക്കേണ്ടിയിരുന്ന ആരെ? കാളിദാസനെയാണ്. അത് എടുത്തു ഈ മേഘസന്ദേശത്തിൽ. അതുകൊണ്ട് അത്തരം വൈരുദ്ധ്യങ്ങൾ മാരാർ ധാരാളുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാവും. വൈരുദ്ധ്യം ഇല്ലാതൊന്നും മനുഷ്യന് എഴുതാൻ സാധിക്കില്ല. അത് ഫിലോസഫർ ആണെങ്കിലും ഗാന്ധി ആണെങ്കിലും മാരാരാണെങ്കിലും ഒക്കെ തന്നെ സ്ഥിതി. നാരായണ മാഷിനോട് ചോദിക്കാനുള്ളത്, ഒരു തമാശ കേട്ടിട്ടുണ്ട് മാരാരെക്കുറിച്ച്. കേദാമോദരൻ മനുഷ്യൻ എന്ന് പറയുന്ന പുസ്തകം ഇങ്ങനെ എഴുതി, അതിൻ്റെ വലിയ കട്ടിയുള്ള മാനുസ്ക്രിപ്റ്റ് ഇങ്ങനെ കൈപ്പടയിൽ എഴുതിയ സംഗതി ഇങ്ങനെ മാരാരുടെ അടുത്ത് കൊടുക്കുമ്പോൾ അതിലൊരു തലക്കെട്ട്, കാടത്തത്തിൽ നിന്ന് കമ്മ്യൂണിസത്തിലേക്ക് എന്ന് പറയുന്ന ഒരു തലക്കെട്ട് വായിച്ചിട്ട് ഇത്രയും ഘനം, ഇത്രയും അകലമുണ്ടോ അതിന് എന്ന് ചോദിക്കുന്ന, വളരെ രൂക്ഷമായിട്ട് പരിഹസിക്കുന്ന ഒരു മാരാരുണ്ട്. ഈ പരിഹസിക്കുന്ന മാരാർ തന്നെയാണ് കുഞ്ചൻ നമ്പ്യാരെ എടുത്തിട്ടിരിക്കുന്നത്. ആ പരിഹാസത്തിനൊരു സംസ്കാരമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു മൂല്യവ്യവസ്ഥയ്ക്ക് പറ്റുന്ന സംഗതിയല്ല ഇത്തരം. അതേപോലെ വൈലോപ്പള്ളിയിലേക്കൊന്നും അങ്ങോട്ട് ഒരു തൃപ്തി വരുന്നില്ല. ആകപ്പാടെ അവസാന കാലത്താണ് ഋഷികവിയായിട്ട് ആശാനെ അദ്ദേഹം പയ്യെ എത്തുന്നു എന്ന് പറയുന്നത്. ഇത്തരം വായനകളിൽ മാരാർക്ക് പിഴവുകൾ ധാരാളം സംഭവിച്ചിട്ടില്ലേ? ഈ നമ്പ്യാരെ അല്ലെങ്കിൽ എഴുത്തച്ഛനെ, കാളിദാസനെയൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. നമ്പ്യാരെയും എഴുത്തച്ഛനെയൊക്കെ പറ്റി പറയുന്നതിലൊക്കെ ഒരു ശരിയില്ല. അത് ഇന്നത്തെ സംസ്കാര പഠനത്തിൻ്റെ അന്തരീക്ഷത്തിൽ അതൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പരിഹാസം എന്നുള്ള കുത്ത് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് നല്ലോണം ഉണ്ട്. ഒരു കഥ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ അതൃപ്തനായിരുന്നു മാതൃഭൂമിയിലെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ സഹപ്രവർത്തകർ എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ പ്രൂഫ് റീഡർ എന്നുള്ള തസ്തിക ഒന്ന് പ്രൊമോട്ട് ചെയ്ത് കിട്ടണം എന്ന് പറഞ്ഞൊരു അപേക്ഷ മാനേജ്മെൻറ്റിന് കൊടുത്തു. അപ്പോൾ മാനേജ്മെൻറ്റ് അത് എന്താണ് റീഡറാക്കിയിട്ട്, പക്ഷെ ഒരു പൈസയും
കൂട്ടി കൊടുത്തില്ല. അപ്പോൾ അദ്ദേഹം ക്ഷുഭിതനായിട്ട് KP കേശവൻ്റെ അടുത്ത് പോയി പറയുക, എഡിറ്ററെ കത്തൊക്കെ കിട്ടി, ഒരു ചെറിയ വ്യത്യാസം വരുത്തിയാൽ കൊള്ളായിരുന്നു, ഡയറക്ടർ ജനറൽ ഓഫ് പ്രൂഫ് സെക്ഷൻ എന്ന് തന്നാൽ മതി, എന്നാൽ നിങ്ങൾക്ക് കാശും ചിലവില്ല, എനിക്കാണെങ്കിൽ 4 ആളെ കാണിക്കും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കുസൃതികളും കുത്തു നിറഞ്ഞ വാക്കുകളും അദ്ദേഹം ധാരാളം പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് വേറൊന്നും കൂടി പറയാം. ഈ കുട്ടികൃഷ്ണമാരാരെ വലിയ ബഹുമാനമായിരുന്നു KP കേശവന്. എന്ത് എഴുതിയാലും അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഈ പ്രഭാത ചിന്തകൾ എന്നുള്ള ആദ്യത്തെ പുസ്തകം എഴുതി. അപ്പോൾ അദ്ദേഹം മാരാരെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് മാരാര് വന്നു. അപ്പോൾ പുസ്തകം എടുത്തു കൊടുത്തു, വായിച്ചിട്ടൊന്നും അഭിപ്രായം പറഞ്ഞാൽ തിരക്കില്ല എന്ന് പറഞ്ഞു. മാരാര് ഒരാഴ്ച കഴിഞ്ഞു, ഒരഭിപ്രായം പറയണില്ല. 2 ആഴ്ച കഴിഞ്ഞു, ഒരഭിപ്രായം പറയില്ല. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ മാരാരെ വിളിച്ചു. മാരാരെ വിളിക്കുക, മാരാര് ചെന്നു. അപ്പോൾ മാരാരോട് KP കേശവൻ ചോദിച്ചു, മാരാരെ ഞാനൊരു പുസ്തകം തന്നായിരുന്നു, വായിച്ചോ? ഞാൻ ഈ ബാലസാഹിത്യമൊന്നും വായിക്കാറില്ല. ഇന്നിപ്പോൾ ഒരു പത്രാധിപരോട് ഒരു പ്രൂഫ് റീഡർ അങ്ങനെ പറയുമോ? പറയില്ല. അത് KP കേശവൻ്റെ എത്രയോ വലിയ ആൾ, കുട്ടികൃഷ്ണമാരൊരു മോശക്കാരനല്ല. പക്ഷേ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ആ കുത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞങ്ങൾ പറയാറുണ്ട്. നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കാറാവുന്നു. ഇനി ആൾക്കാർക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ. ആരോടാണ് ചോദ്യം ആദ്യം പറയണം? ആരോടും ചോദിക്കാവുന്നതാണ്. അല്ല, ആരോടാണ് ആദ്യം പറയണം? എൻ്റെ ചോദ്യം നാരായണ സാറോടാണ്. നമ്മൾ വിമർശനങ്ങളാണ് സംസ്കാരത്തെ നിലനിർത്തുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇന്ന് നമ്മൾ പല വിമർശനങ്ങളും അത് ആരും ചെയ്യാറില്ല. കാരണം അധികാരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ വിമർശിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പം ഇങ്ങനത്തെ പുതിയ കാലത്തിൽ വിമർശനങ്ങൾ എഴുതുന്ന എഴുത്തുകാർക്ക് പ്രാധാന്യമുണ്ടെന്ന് മാഷിന് തോന്നിയിട്ടുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. അതേപോലെ മാഷ് പറഞ്ഞ ആനന്ദിൻ്റെ വരികൾ പറ്റി ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ എൻ്റെ വിഷയം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. പക്ഷേ ആ വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്ന നിലയിൽ അതിലും കൂടുതൽ സമയം കൊടുത്തിട്ടാണ് ഞാൻ ആനന്ദിൻ്റെ പുസ്തകങ്ങൾ വായിക്കാറുള്ളത്. ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടാണ് നമ്മൾ അത് ഉൾക്കൊള്ളുന്നത്. പക്ഷേ വായനക്കാർ പ്രതീക്ഷിക്കാതെ എഴുതുന്ന ഒരു എഴുത്തുകാരനാണ് ആനന്ദ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എഴുത്ത് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതൊക്കെ നിലനിന്ന് പോകുമെന്ന് മാഷക്ക് തോന്നുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. എനിക്ക് അതായത് നമ്മളിന്ന് നമ്മളിപ്പോൾ ഒരു വിമർശനങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളല്ല ഇന്നത്തെ കാലത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ വിമർശന എഴുത്തുകാർക്ക് ഇന്നത്തെ കാലത്ത് നിലനിൽപ്പുണ്ടോ എന്നാണ് ചോദ്യം. വിമർശകർക്ക് ഉള്ള ഇന്നത്തെ ഒരു പ്രസക്തി എന്താണ്? വിമർശനം എന്നുള്ളതിനെ ഇപ്പോൾ സാംസ്കാരിക വിമർശനം ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാ? ഇപ്പം മഹാഭാരതത്തിനെ പറ്റി മാത്രം ഈ പറഞ്ഞത് ഒരു സാംസ്കാരിക വിമർശനമായോ? അത് ഇങ്ങനെ ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഒരു സാംസ്കാരിക വിമർശനമായോ? അത് ജാതിയെ ഉറപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ സാംസ്കാരിക വിമർശനമായോ? അത് ജാതിയും ചാതുർവർണ്ണയത്തിനെയും ഉറപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരു സാംസ്കാരിക വിമർശനമായോ? അത് ബുദ്ധമതത്തിൻ്റെ സ്വാധീനം കൊണ്ടും കൂടി സൃഷ്ടിക്കപ്പെട്ട ഒരു കൃതിയാണ് എന്ന് പറഞ്ഞാൽ സാംസ്കാരിക വിമർശനമായോ? അത് ബുദ്ധമതത്തിനെ വിമർശിക്കുക മാത്രമല്ല, ബുദ്ധമതത്തിനെ ഖണ്ഡിക്കുന്നതുണ്ട്. അത് ബുദ്ധൻ്റെ ദുഃഖ സത്യജ്ഞാനം എന്നുള്ളതിനെ മുഴുവൻ ഖണ്ഡിക്കുന്ന വ്യാസൻ്റെ വാക്കുകൾ അതിലുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൽ ഉൾച്ചേർന്നിരിക്കുന്നു എന്ന് കണ്ടെത്തൽ ഒരു സാംസ്കാരിക വിമർശനമല്ലേ? ഇപ്പോൾ അതുപോലെ അതിനോട് അനുബന്ധിച്ചിട്ടാണ് ഇത് ഇപ്പോൾ നെഹ്റുവിൻ്റെ വാക്യം വരെ, നെഹ്റു സാഹിത്യമായി കാണുന്ന വാക്യം വരെ അത് സാംസ്കാരിക വിമർശനമല്ലേ? ഇങ്ങനെ സാംസ്കാരിക വിമർശനത്തിന് എത്ര അടരുകളുണ്ട്. അപ്പോൾ അങ്ങനെ കാണുമ്പോഴല്ലേ അതിൻ്റെ കൃതിയെ സാംസ്കാരിക വിമർശനമായിട്ട് കാണാൻ പറ്റുള്ളൂ. എനിക്കതാ തോന്നുന്നത്. അത് ശരിയാണ് തോന്നുന്നുണ്ടോ? ഇതിൻ്റെ വിഷയം പറയുന്ന ഇനിയും ഉണ്ടാകുമോ കുട്ടിക്കൃഷ്ണ മാരാർ എന്നാണ്. അപ്പോൾ മാരാരുകൾ ലോകമുള്ളിടത്തോളം ചോദ്യം ആരോടാണ്? ഞാൻ ആരോടായാലും ആർക്കായാലും ഇത്രയും പറയാം. അല്ല, ഒരു പേര് പറയുന്നല്ലേ. കാരശ്ശേരി മാഷിനോടാണ് ചോദിക്കുന്നത് എങ്ങനെ. അപ്പോൾ അത് ഇനിയും കുട്ടിക്കൃഷ്ണ മാരാരുണ്ടായിക്കൂടെ? കാരണം കുട്ടിക്കൃഷ്ണ മാരാരുണ്ടാകുന്നത് പോലെ മഹാഭാരതം പോലെ വിമർശനത്തിന് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഗ്രന്ഥവുമില്ല. കാരണം അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വിമർശ്യ തത് അശേഷേണ യഥേച്ഛസി തഥാ ഗുരു എന്നാണ് പറയുന്നത്. മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ളത് എത്ര വിമർശിച്ചിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കണം. മഹാഭാരതത്തിൽ പറഞ്ഞ പോലെ ഗീതയിലെ വാചകമാണേ സാർ. അപ്പോൾ മഹാഭാരതം തന്നെ ഉള്ളതാണ് ഗീത. അപ്പോൾ അതുകൊണ്ട് അതിന് സ്വാതന്ത്ര്യം നൽകുന്ന ആ ഗ്രന്ഥം ലോകമുള്ളിടത്തോളം കാലം വിമർശകരുണ്ടാവും. അതുപോലെ ആ വിമർശകരുണ്ടാവുന്നതിൻ്റെ മറ്റൊരു മെറ്റഫറാണ്
കുട്ടിക്കൃഷ്ണ മാരാരുകൾ ഉണ്ടാവും. ചോദ്യം എന്താന്ന് പറയൂ. അത് ചോദ്യം അത് ശരിയല്ലേ? കുട്ടിക്കൃഷ്ണ മാരാർ ഇങ്ങനെ കാലമുള്ളിടത്ത് കാലം ഉണ്ടാകില്ലേ, ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉണ്ടാകില്ലേ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു. അത്രയും വിമർശനത്തിന് സ്പേസ് അനുവദിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിപ്പോൾ 12,000 കൊല്ലം മിനിമമായിട്ടുള്ള പുസ്തകമാണ്. ഇതിന് ധാരാളം ഇതുണ്ടാവും. ഇപ്പോൾ കുട്ടിക്കൃഷ്ണമാരാർ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ആ തരത്തിലൊരു നിരൂപണി ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന കാര്യമല്ല അത്. പിന്നെ ഈ കാലത്തിൻ്റെ നിരൂപണമാണ് മാരാർ നടത്തിയത്. ഞാൻ പറഞ്ഞല്ലോ, ആ ഗാന്ധി യുഗത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇനിയിപ്പോൾ ഒരു 10 or 15 കൊല്ലം കഴിഞ്ഞാൽ 20 or 50 കൊല്ലം കഴിഞ്ഞിട്ട് വേറെ ഒരു പശ്ചാത്തലത്തിൽ ഒരു വിമർശനം ഉണ്ടാവും. അങ്ങനെയാണ് ഈ കൃതികളൊക്കെ ബാക്കിയാവുന്നത്. അപ്പോൾ കാരശ്ശേരി മാഷുടെ പുസ്തകം വീണ്ടും വരികയാണ്. ഈ പുസ്തകം വീണ്ടും ഒരു പ്രസാധകൻ ഇറക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ധർമ്മം നിർവഹിക്കാനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ മാരാരുടെ പ്രകാശനം ചെയ്യണ്ടോ ഇപ്പോൾ? ഇല്ല, ബുക്ക് സ്റ്റോളുകളിൽ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഫെസ്റ്റിവൽ ബുക്ക് ഷോപ്പിൽ പുസ്തകം എത്തിയിട്ടുണ്ട്. സൈനിങ് സെഷനുമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതിനൊരു ധർമ്മം നിർവഹിക്കാനുണ്ട് എന്നുള്ളതാണ്. 1000 കോപ്പി ഒരു പുസ്തകം അടിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഇന്ന്. അതും മാരാരെ പോലുള്ള ഒരു വിമർശകനെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകം. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമാകുമ്പോൾ പറഞ്ഞ് നിർത്താൻ ഇത്ര മാത്രമേ ഉള്ളൂ. MN വിജയനും കുട്ടിക്കൃഷ്ണമാരാരും തമ്മിൽ ധാരാളം തർക്കങ്ങളും യുദ്ധങ്ങളും നടക്കുമായിരുന്നു. അങ്ങനെ മാരാരുടെ മരണശേഷം വിജയൻ മാഷ് മാരാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഈ അനുസ്മരണ പ്രഭാഷണം 2-2.5 മണിക്കൂർ അദ്ദേഹം പല വിഷയങ്ങളും സംസാരിച്ചു. പക്ഷേ മാരാരെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഒറ്റ വാക്കാണ്: ഞാൻ മാരാരെ ഓർക്കുന്നു. ആ ഒറ്റ വാക്കിൽ മാരാർ അനുസ്മരണ പ്രഭാഷണം നിർത്തുക. വിജയമാഷ് ഒരു കാര്യം ഞാൻ പറയാം. ഒന്നാമത് പഴയ ശരിയും പുതിയ തെറ്റും എന്നുള്ള ലേഖനത്തിൽ മാരാർ വിമർശനത്തെ MN വിജയമാഷ് വിലയിരുത്തിയിട്ടുണ്ട്. ഒരിക്കൽ KC ഞാനും കൂടി വിജയമാഷെ കാണാൻ പോയി. മുൻകൂട്ടി അദ്ദേഹത്തോട് വിളിച്ച് പറഞ്ഞു. ഞങ്ങൾ ഒരു ദിവസം രാവിലെ പോയി, വൈകുന്നേരം അവിടെ നിന്ന് മടങ്ങിയത്. അതിൻ്റെ ഇടയ്ക്ക് തനിക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ചോദിച്ചു, മാഷ് സഹ്യൻ്റെ മകൻ എന്നുള്ള ലേഖനം എഴുതി, പിന്നെ ഈ വൈലോപ്പിള്ളി കവിതയെപ്പറ്റി പല ലേഖനങ്ങൾ എഴുതി. വൈലോപ്പിള്ളി മാഷിൻ്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ 1 മിനിറ്റ് മിണ്ടാതിരുന്നിട്ട് ഞങ്ങളോട് വിജയമാഷ് ചോദിച്ചു, കുട്ടികൃഷ്ണമാരാരെ കണ്ടിരുന്നെങ്കിൽ കാളിദാസന് ഇഷ്ടാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? തനിക്ക് ഓർമ്മയില്ലേ? ഒന്നാമത്തെ അപ്പോൾ വിജയമാഷ മനസ്സിൽ മാരാർക്ക് എത്ര വലിയ സ്ഥാനമുണ്ടെന്ന് അന്നാണ് എനിക്കൊരു ഓർമ്മ. അതിൽ ആ പഴയ തെറ്റും പുതിയ ശരിയും എന്നില്ലേ, അതിൻ്റെ അവസാനത്തിൽ മാരാർ പല നിരൂപന്മാരെ പറ്റിയും പറയുന്നുണ്ട്. മാരാരുടെ പരിമിതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാരാർക്ക് ഈ പുതിയ വിജ്ഞാനമായിട്ട് ബന്ധമുണ്ടായിരുന്നെങ്കിൽ അസാമാന്യമായ ഉൾക്കാഴ്ചയുണ്ടായിരുന്ന മാരാർ അതെ ഇതിലപ്പുറവും കാണുമായിരുന്നു. അങ്ങനെ ഒരു വാക്കും ഒരു വിശേഷണം ഒരാളെ പറ്റി പറഞ്ഞിട്ടില്ല. അല്ല, ഒരു മാരാരെ പരിഹസിക്കാൻ വേണ്ടി ഒരു വാക്ക് പറഞ്ഞു, പ്രോക്ടസിന്റെ കട്ടില എന്ന് പറയുന്നത്. അതെ അതെ അതെ. പക്ഷേ ഇങ്ങനെ വ്യാസന്റെ ചിരി എന്നുള്ള പ്രസിദ്ധമായ ലേഖനം ഉണ്ടല്ലോ, അതിനെപ്പറ്റി മാരാരുടെ അനുദാരത എങ്ങനെയാണ് അതിൽ പ്രവർത്തിച്ചത്, അതൊരു നേരത്തെ പറഞ്ഞില്ലേ നമ്പ്യാരെ കളിയാക്കിയതിനെ പറ്റിയും എഴുത്തച്ഛനെ സംസ്കാര ലോപത്തിന് ഉദാഹരിച്ചതിനെ പറ്റിയൊക്കെ നിശിതമായി ആക്രമിച്ചുകൊണ്ട് വിജയമാഷ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മാരാർക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. അദ്ദേഹത്തിന് മാരാർ എന്നെ ആശസായി എന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ഈ ജന്മത്ത് നർമ്മബോധം വളരെ കുറവാണ്, അടുത്ത ജന്മത്തേക്കെങ്കിലും, അദ്ദേഹത്തിൻ്റെ ജന്മത്തിലൊക്കെ വിശ്വാസമുള്ള ആളാണ്, അടുത്ത ജന്മത്തേക്കെങ്കിലും അത് ഇത്തിരി നേടി വെക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ പുസ്തകം എന്ന് പറയുന്നുണ്ട്. അതിനെതിരായിട്ട് അന്ന് തന്നെ ഈ അദ്ദേഹത്തിൻ്റെ ലേഖനം വന്നപ്പോൾ ശങ്കുണ്ണി മാഷൊക്കെ എഴുതിയിട്ടുണ്ട്. മാരാരുടെ സാഹിത്യ വീക്ഷണത്തിനെ പറ്റിയും വിജയൻ മാഷ് കളിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ആളുകൾ, ഈ ഋഷിമാർ ഈ ഓലയിൽ ഈ നാരായം കൊണ്ട് എഴുതുന്നത് കൊണ്ട് മാത്രമല്ല സാഹിത്യം, അത് തേഞ്ഞു പോകുന്ന പെൻസിൽ കൊണ്ട് കവികൾ കടലാസിൽ എഴുതുന്നത് കൊണ്ട് കൂടിയാണ് സാഹിത്യം എന്നുകൂടി മാരാർ അറിഞ്ഞില്ല. അത്രയും യുക്തി ഉണ്ടായിരുന്ന മാരാർക്ക് അല്പം കൂടി ഈ പറഞ്ഞതുപോലെ മറ്റ് ഭാഷകളുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ രൂപകാതിശയോക്തിയും സിംബോളിസവും ബന്ധപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്ന യുക്തിഭദ്രമായിട്ടുള്ള ഒരു വഴിയൊക്കെയുണ്ട്. അപ്പോൾ അത് നമുക്ക് ആഗ്രഹിക്കാവുന്ന അല്ലെങ്കിൽ കൊതിക്കാവുന്ന ഒരു കാര്യമായിരുന്നു. പറഞ്ഞു നിർത്താൻ പണ്ട് വിജയൻ മാഷ് പറഞ്ഞ അതേ വാചകം മാത്രം: നമ്മൾ മാരാരെ ഓർക്കുന്നു.